5000 രൂപക്ക് നിങ്ങൾക്ക് KFC ഫുഡ് കഴിക്കാൻ പറ്റുക, ഞാൻ 5000 രൂപ നിങ്ങൾക്ക് തരും. 2500 രൂപക്കാണ് കഴിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ 2500 രൂപ നിങ്ങൾക്ക് തരും. മിനിമം 2500 കഴിക്കണം. തോറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 500 രൂപ എനിക്ക് തരണം. ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരാളെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ കഴിക്കാമെന്ന് കോൺഫിഡൻസ് ഉള്ളതെങ്കിലും ഒരാളെ കണ്ടുപിടിക്കണം. ചെറുതായിട്ട് മഴയും പൊടിഞ്ഞോണ്ടിരിക്കുന്നതാണ്. ഇതിന് മുന്നേ നല്ല വെള്ളം തെറിപ്പിച്ചിട്ട് പോയേക്കണ്ടാ വേണ്ടി നമുക്ക് ഒരുത്തിനെ കിട്ടിയിട്ടുണ്ട്. എടാ പേരെന്തായിരുന്നു ഒന്നിട്ട് പറഞ്ഞേക്ക്. ലിദാൻ. ഞാൻ കലക്കം പേരാണല്ലോ. ഓക്കെ, ലിദാനെ കിട്ടിയിട്ടുണ്ട്. നമ്മ ചലഞ്ചിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നീ മിനിമം 2500 രൂപക്കെങ്കിലും കഴിക്കണം. ഇല്ല എങ്കിൽ നീ 5000 രൂപ കഴിച്ചാൽ 5000. 5000 കഴിച്ചില്ല എങ്കിൽ സാരമില്ല. 2500 രൂപക്കെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നീനൊക്കെ 2500 രൂപ പോകാം. തോറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 500 രൂപ ഇരിക്കും. സ്റ്റാർട്ട് ചെയ്യാൻ പോണേണ്. നേരെ എന്നിട്ട് നമുക്ക് അകത്തോട്ടോ. എടാ അത് മെനു ഉണ്ടല്ലോ, ഫസ്റ്റ് നീ ഏതെടുക്കും? എല്ലാത്തിനും ഓർഡർ ചെയ്യണ്ടേ? അൾട്ടിമേറ്റ് സേവിങ്സ് കൊടുക്കുക. ഓക്കെ, ഒരു അൾട്ടിമേറ്റ് സേവിങ്സ് 729. 765. എന്റെ പൊന്നെ ഫുൾ അറിയാം. ഇനി ലാർജ് പെപ്സി അൾട്ടിമേറ്റ് ഇല്ലേ, അതിന്റെ അകത്ത് പെപ്സി ഇല്ലേ ഓൾറെഡി? ശരി, അതിന്റെ അകത്ത് 3 ഉണ്ട്. അത് 3 നീ തന്നെ കുടിക്കേണ്ടതാണ്. 200 ഇപ്പൊ തന്നെ ആകും. ഓക്കെ, ഇനി ഏതെടുക്കും നീ? ഒരു ബർഗർ എടുക്ക്. സിംഗാപ്പൂർ കൊടുക്കുക. 290. എടാ റോളിന്ന് പറഞ്ഞു കൊടുക്ക്. നീ ഡബിൾ റോൾ എടുത്തോ. 1099 രൂപയുടെ സാധനം ഇപ്പൊ ഇവൻ ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നീ പേ ചെയ്യണ്ട. 2:45 ആയതുകൊണ്ടിട്ട് വന്നവരും പോണവരും നിക്കണവരും എല്ലാവരും ഫുഡ് കഴിച്ചിട്ടാ നിക്കണേ. നിങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എങ്ങനെ ഫുഡ് മേടിച്ചു തരും? വിശക്കുന്ന ഒരു വയറിന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റി. അതെ, ഇപ്പൊ പറഞ്ഞ എല്ലാം ഉണ്ട്. ഓഹോ, സെറ്റ്. ഇതാണ് നീ ഓർഡർ ചെയ്ത സാധനങ്ങൾ. ബക്കറ്റ് ചിക്കൻ എന്ന് പറയാൻ നേരത്തെ ഏകദേശം ഇത്രയും വന്നിട്ടുണ്ട്. 3 പീസുള്ള 13. ഇവനെ കൊണ്ട് മിണ്ടാണ്ടിരിക്കടാ. ഓക്കെ, നിന്റെ ബൈക്കിൽ കിട്ടുവേ 13 പീസ് ചിക്കൻ, ബക്കറ്റ് ചിക്കൻ അത് വന്നിട്ടുണ്ട്. ഇത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള രീതിക്കുള്ള ബോക്സിലൊക്കെയാണ് കേട്ടോ വന്നേക്കണത്. ഇതെന്താ സാധനം? പ്ലേറ്റാ. പക്ഷെ എന്റെ പൊന്നെ എന്തൊക്കെ ഡിമാൻഡ്സ് ആണ് ഇവന്. നമ്മളിവിടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ്. നല്ല ആംബിയൻസ് ആയിട്ട് കലക്കം മഴ പെയ്തോണ്ടിരിക്കുവാണ്. കറക്റ്റ് മഴക്ക് മുന്നേ ഞങ്ങൾ ചാടി അകത്ത് കയറി. എന്റെ സംസാരം കുറെ കൂടുന്നുണ്ടെന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. ഞാൻ സംസാരിക്കാതെ വേറെ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു റോൾ ഉണ്ട് KFCയുടെ, ബക്കറ്റ് ഉണ്ട്, ഒരു ബർഗർ ഉണ്ട്, 3 പെപ്സി ഉണ്ട്. 1099 രൂപയുടെ സാധനം ഇവിടെ ആയിട്ടുണ്ട്. ചലഞ്ച് നമ്മ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോണേണ്. സ്റ്റാർട്ട്. എടാ നീ ഫുള്ളായിട്ട് കഴിക്കണോട്ടാ, എല്ല് മാത്രമേ ബാക്കി വെക്കാൻ പാടുള്ളൂ. എടാ ഇതെന്താണ്? ഇതെന്ത് സ്ട്രാറ്റജിയാണ് നീ ഉദ്ദേശിക്കണത്? എല്ല് കറക്റ്റ്, എല്ല് മാത്രമേ വെക്കാവുള്ളൂ. എനിക്ക് അത്രേ ഉള്ളു. എനിക്ക് വെച്ചേക്കുന്ന സാധനങ്ങൾ മൊത്തം തീർക്കണം, എനിക്ക് അത്രേ ഉള്ളു. ഇപ്പൊ ഇവൻ ഏകദേശം ബക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബക്കറ്റ് ഇനി ഒരുപാട് ബാക്കിയുണ്ട്. നമ്മള് ഓരോ എണ്ണത്തിൽ നിന്നും ഓരോ എണ്ണം വെച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ബക്കറ്റിന്റെ സെഷനിൽ നിന്ന് ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്, ബർഗറിന്റെ സെഷനിൽ നിന്ന് ഒരു ബർഗർ എടുത്തിട്ടുണ്ട്, റോളിന്റെ സെഷനിൽ നിന്ന് ഒരു റോൾ എടുത്തിട്ടുണ്ട്. പെപ്സി പിന്നെ ഇതിന്റെ കൂട്ടത്തിലുള്ള കോംബോ സാധനം, അത് കാരണം 3 പെപ്സിയും കൂടി പോന്നിട്ടുണ്ട്. പെപ്സി നമുക്ക് ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചാൽ ഇവിടെ നിനക്ക് കുടിക്കൂല. അല്ല 3 എണ്ണം ഉണ്ടല്ലോ, നീ തന്നെ കുടിക്കണമല്ലോ. ഒരു പെപ്സി സൈഡില് എവിടെ ഇരിക്കട്ടെ. നിനക്ക് ഹെൽപ്പ് വല്ലതും വേണോ? കിട്ടും ഇപ്പൊ കിട്ടും. ഞാൻ ഇവനെ കഴിച്ച് ഹെൽപ്പ് ചെയ്തില്ലെന്ന് വേണ്ട, ഒരു പകുതി ഒടിച്ച് നീ ഹെൽപ്പ് ചെയ്തില്ലെന്ന് വേണ്ട, എന്റെ വക ഞാൻ 2500 രൂപ പകുതി പീസ് വെച്ചിട്ടുള്ള കാര്യമുണ്ട്. 2500 നിനക്കാണോ? തന്നെ എനിക്കല്ല, ഞാൻ എന്റെ വക ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കി നീയായി നിന്റെ പാടായി. ഇവനും കൂടി ഒരു ചെറിയൊരു ഹെൽപ്പ് കൊടുക്കണം. അത്ര അല്ല, കഴിക്ക് നിക്കണ്ട. അവന് നിന്നോടുള്ള വൈരാഗ്യം നിനക്ക് മനസ്സിലായ? ആ ഹെൽപ്പ് ചെയ്യാൻ അവന് താല്പര്യമില്ല, എനിക്ക് കോൺഫിഡൻസ് ഇല്ല ഏറ്റെടുക്കാനായിട്ട്. അതെ, ആ കാര്യത്തിൽ ഞാൻ ഇവനെ സമ്മതിച്ചിട്ടാ. കാരണം എന്ന് വെച്ചാൽ ഇവന് ഒടുക്കത്തെ കോൺഫിഡൻസ്. എടാ കള്ള കൊള്ളാം. നമ്മൾ സമയം ഏകദേശം 4 മിനിറ്റ് ഇവിടെ ആകാം. 4 മിനിറ്റ് ആയി. ഇനി ഒരു 1 മിനിറ്റും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് ഇനി അവശേഷിക്കുന്ന 40 മിനിറ്റ് ഉണ്ട്. നീ ഇതും തീർക്കണം. ഇനി ഇതേപോലത്തെ ഒരു സാധനവും കൂടി ഓർഡർ ചെയ്യണം. പിന്നെ ഒരു 500 രൂപയും കൂടി ഓർഡർ ചെയ്ത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി സെറ്റ്. 2500 രൂപക്ക് ഇവൻ ഓർഡർ ഇവിടുന്ന് കഴിച്ച് എൻ്റെ കയ്യിൽ നിന്ന് 2500 വാങ്ങിച്ചു പോവാം. ശരിക്കും പറഞ്ഞാൽ നിനക്കൊരു ലാഭം പരിപാടിയാണ്. കാരണം ഫ്രൈഡേ തലക്കെട്ട് മത്തൊടിക്കും, മൈദുണ്ട്. ആ പ്രശ്നം വയറിറങ്ങില്ലേലും മനസ്സിലായി, തലമത്തൊടിക്കും. പ്രശ്നമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്.
ഞാൻ എന്താ പറയാൻ വന്നത്, ഫ്ലോയിങ് കളഞ്ഞവൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്ത് ലാഭമാണ്. 2500 രൂപയുടെ ഫുഡ് കഴിക്കുക, 2000 രൂപയായിട്ട് പോകുക. തോറ്റ 500 രൂപ എനിക്ക് തന്നാൽ മതി. പക്ഷെ എൻ്റെ പൊന്നെ, ഇങ്ങനെയൊക്കെ ബിസിനസ് ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോൾ പൊട്ടിന്ന് വെച്ചാൽ മതി കേട്ടോ. ഇത് ഭയങ്കര മിക്സിങ് ആണ് ഇവിടെ. മയണൈസൻസ് ആണോ ഇത്? മയണൈസും കെച്ചപ്പൊക്കെ കൂടിയുള്ള മിക്സിംഗ് ഒക്കെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇത് കണ്ട പൊന്നോ. 5.5 മിനിറ്റ് ഇവിടെ കവറായിരിക്കുകയാണ് ഗൈസ്. പെപ്സിയൊക്കെ തീരാറായ ഞാൻ കുലിക്ക് നോക്കും. ഇതൊന്നും കാണാൻ പറ്റില്ല, ഇങ്ങനെ കുലിക്ക് നോക്കും തീർന്നിട്ടുണ്ടെന്ന് അറിയാനായിട്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ഓർഡർ ചെയ്യാനാ പോകുന്നത്? 5000 രൂപ എന്ന് പറയുന്നത് KFCയുടെ കറക്റ്റ് ഹാഫ് ഓഫ് ദ മെനു ആണ്. ആ ഹാഫ് ഓഫ് ദ മെനു കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 5000 രൂപ പൊയ്ക്കോ. ഇനി 2500 രൂപ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2500 രൂപ പോയിക്കോ. തോറ്റ 500 എനിക്ക് തന്നെ. എടാ ഈ ബർഗറൊക്കെ തണുത്തു പോകുമല്ലോ. നിന്റെ കോൺഫിഡൻസ് കണ്ടപ്പോ ഞാൻ ഇത്തിരി സ്പീഡ് പ്രതീക്ഷിച്ചായിരുന്നു. നീ കഴിക്കണം. എന്റെ പൊന്നെ, അത്ര വലിയ പീസൊക്കെ മാറ്റി വെച്ച് സമയം നമുക്കിവിടെ 8 മിനിറ്റ് കവറായി. നീ ഇതൊരു കോമ്പറ്റീഷൻ മൈൻഡിൽ എടുക്കണം. ഇപ്പൊ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഏകദേശം. സമയം അറിയണില്ല. ഈ ഫ്രൈഡിന്റെ പരിപാടി നിർത്തണേ നല്ലതിട്ടാ. അലക്കമ്മഴയുടെ പുറത്ത് എന്റെ പൊന്നെ, നമ്മ ഒരു 5 മിനിറ്റ് ഒരു 15 മിനിറ്റ് കൂടി കഴിഞ്ഞിരുന്നെങ്കിലേ ഞാൻ ഫുഡും കഴിച്ച് വീട്ടിൽ പോയായിരുന്നു. ഇതിപ്പോ നമുക്ക് ആർക്കെങ്കിലും ഫുഡ് മേടിച്ച് കൊടുത്തിട്ട് അവർക്ക് പൈസയും കൂടി കൊടുത്തിട്ട് നീ കഴിച്ച് തീർക്കണം. എന്തോരം ഉണ്ടാ നീ? ഇത് താഴെ കൂടി ഒന്നും കളയുന്നൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ, ഇനി ഇത്രയും കൂടി ഇരിപ്പണ്ട കേട്ടാ. അവന്റെ സ്ട്രാറ്റജി എനിക്ക് ഇഷ്ടപ്പെട്ട്. 1000 രൂപക്ക് ഫുഡ് കഴിക്കുക, 500 രൂപ എനിക്ക് തരിക. കിടില സ്ട്രാറ്റജിയാണ്, കൊള്ളാം. എല്ലാണല്ലേ? എന്റെ മുമ്പിൽ നിറച്ച് വേസ്റ്റിന്റെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നണേ. ഞാനൊന്നും പറയുന്നില്ല. ജയിക്കട്ടെ. 3 വെബ്സൈറ്റ് ഉണ്ട് ഇവിടെ. ഇത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ ഓർഡർ ചെയ്യാൻ? നമുക്ക് നോക്കാം. ഒരു ആദ്യം കഴിച്ചെടുക്കാൻ പറ്റുന്ന നോക്കണ്ടേ? എന്താ ഇപ്പോഴത്തെ അവസ്ഥ? എന്താ ഇപ്പോൾ നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ? നോർമലോ. 6 പീസും കൂടി ഉണ്ട് ഇതിന്റെ അകത്തിന്. നീ കളയുന്നത് ഇവിടെ കിടക്കുന്നുണ്ട് കുറെ. 2500 രൂപയുടെ ഫുഡാണ് നമ്മുടെ ചലഞ്ച്. എന്താണ് അത് കഴിക്കുവോ? അത് ഫുള്ള് കഴിക്കുവോ? നീ അത് ഫുള്ള് കഴിക്കൂ. ഓക്കെ, അതും കഴിക്കും. അപ്പൊ ഇതാ അതൊരു സംശയമായിട്ട് വെച്ചേക്കണേ. സംശയോ? എനിക്ക് സംശയമൊന്നുമില്ല, ഇവൻ കഴിക്കും. കാരണം അയ്യോ സമയം പോയൊരു പോക്കെ. 16 മിനിറ്റും 52 സെക്കൻഡും നമുക്കിവിടെ കവറാകുമ്പോൾ ഇവൻ ഇവിടെ ഒരു ബക്കറ്റും വെച്ചോണ്ടിരിക്കുന്നതാണ്. ആ ബക്കറ്റിൽ കൊടുത്ത ചിക്കനേക്കാളും കൂടുതൽ വേസ്റ്റും വെച്ചിട്ടുണ്ട് ഇവിടെ. കഴിക്കാൻ പറ്റുമോ? അതൊരു ഡീലേ അല്ല. ലാഭം കിട്ടി. 100 രൂപ ബക്കറ്റ് കിട്ടി. ഇത് നീ ഇതും കൂടി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ലാഭം. ഇതും കൂടി കഴിച്ചാൽ നിനക്ക് പിന്നെ ലാഭം. നീ ഇങ്ങനെ ലാഭത്തിൽ ലാസ്റ്റ് 2500 വെച്ച് കഴിഞ്ഞാൽ നിനക്ക് 2500 തിരിച്ചു കിട്ടും. 1.5 മണിക്കൂർ തന്നെയാണ് ഞാൻ എന്തായാലും ചെയ്യാം. ഞാനൊരു ദിവസം ഒരു 24 മണിക്കൂർ തരാം. അത് മതിയാ കൂട്ടാ. മുമ്പിലെല്ലാം നല്ല അഭിപ്രായങ്ങൾ വെച്ചു. 2500 എത്തിക്കണം. ആ 2500 എത്തിക്കുമ്പോൾ നിനക്ക് 2500 കിട്ടും. നീ തരാന്ന് പറഞ്ഞ 500 ഇല്ലേ? ആ 500 ഞാൻ അങ്ങോട്ട് തരും. മൊത്തം 3000. അതായത് നീ തരണ്ട 500 തരാണ്ടിരിക്കും. അത്രേ ഉള്ളു. അല്ലാതെ ഞാൻ തന്നെ പിന്നെ 1 2 3 എന്താണ് ഇവൻ ഈ കളയണതിൽ എനിക്ക് കുറച്ച് ഡൗട്ടുകളുണ്ട്. ഈ പ്ലേറ്റ് എടുത്ത് മാറ്റിയാലോ? അത് വിട് നീ. ഇതെന്താ നീ കാണുന്നത്? അവന്റെ മൈദ എക്സെപ്ഷൻ. ഇത്രയും വേസ്റ്റ് ഞാൻ ഒരുമിച്ച് ഒരാൾ കളയണത് പോലെ ഇങ്ങനെ ഇട്ടില്ല. വേസ്റ്റ് കളഞ്ഞവൻ പീസ്. ഇവൻ ഒരു ബക്കറ്റ് ഫുള്ള് കഴിച്ചിട്ട് ഇവന് ഇപ്പോൾ 6 പാക്ക് ഉണ്ട്. 21 മിനിറ്റ്സ് ആയിട്ടുണ്ട് നമുക്കിവിടെ. സീനാണോ? എടാ 500 ഞാൻ ലാഭമാക്കിട്ട് ഞാൻ പോകുള്ളൂ. എനിക്ക് എത്ര വാടടിക്കാൻ വന്നാലും അത് ഞാൻ ലാഭമാക്കും. ഇപ്പൊ തന്നെ കാർഡുണെങ്കിൽ വെച്ചു കയ്യിൽ. വിശ്വാസമാണ്. ഓടിക്കളയാണ് 100 ഡേ ഓടിക്കളയാണ്. കൂട്ടുകാരനോട് ഇരിപ്പണ്ടാ. ഇവനാണ് നമ്മ ആദ്യം ചലഞ്ച് ചോദിച്ചത്. അപ്പോൾ ഇവന് ചലഞ്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമില്ലെന്നല്ല, താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ഇതൊന്ന് കേട്ടപ്പോഴേക്കും ഒരു ഡൗട്ട് അടിച്ചു നിന്നു. പക്ഷേ ആ തൊണ്ടയിലൊരു സാധനം നിൽക്കണം. ഇച്ചിരി സ്ലോ ആയിട്ടാണ്. ആദ്യം നമുക്ക് ഉണ്ടായിരുന്ന വെച്ചാൽ ഒരു സ്ട്രാറ്റജി ഒക്കെ ഉണ്ടായിരുന്നു. നേരെ എടുക്കുന്നു, പൊടിക്കുന്നു, ഇടുന്നു, ഈ കെച്ചപ്പൊക്കെ മുക്കി അടിക്കുന്നു. കുറെ 3 പീസും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ 2 പീസും കയ്യിരിക്കണതും കൂടി ചേർന്ന് 3 പീസും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 765 ലാഭമായി. 765 രൂപ. ഇവന്റെ ലാഭം കണക്കാണ് ഇവനുണ്ടല്ലോ. ഇവൻ എങ്ങനെയെന്ന് നോക്കണെന്ന് ഞാൻ പറഞ്ഞുതരാം. സുഹൃത്തുക്കളെ, നിങ്ങൾ കാണുക. 500 രൂപയാണ് ഇവൻ തോറ്റു കഴിഞ്ഞാൽ എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞേച്ചേ.
ഇവൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 500 രൂപയ്ക്ക് മേളിൽ മാക്സിമം എന്തോരം കഴിക്കാൻ നോക്കുന്നു അത്രയും നോക്കുന്നു. ഇവൻ 2500 ടാർഗറ്റ് ചെയ്യുന്നില്ല. ഇവൻ 800 രൂപക്കെങ്കിലും കഴിച്ചിട്ട് 500 കൊടുത്തിട്ട് പോയാൽ മതിയല്ലോ. ഈ രീതിക്കുള്ള സ്ട്രാറ്റജിയാണ് ഇവൻ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. സാരമില്ല, ഹെൽപ്പില്ലേ 5 മിനിറ്റ് കൂടുമ്പോൾ ഹെൽപ്പ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. മറ്റേ ഹെൽപ്പാണോ? ഹെൽപ്പ് മറ്റേത് എന്റെ വക അത് ഇച്ചിരി വലിയ ഹെൽപ്പാ. ഒരു കുഞ്ഞു ഹെൽപ്പ് എന്റെ ഭാഗത്ത് നിന്ന് മനസ്സറിഞ്ഞ നല്ല വലിയ ഹെൽപ്പ് വേണം. അതുകൊണ്ടല്ല ഞാൻ നിനക്ക് ഫുഡ് മേടിച്ചു തന്നെ. 500 പക്ഷെ നീ 1000 രൂപ കഴിക്കുന്നില്ലേ? 1000 കഴിക്കല. ഞാൻ ഇവർക്ക് പാർസൽ ചെയ്യാൻ വേണ്ടി ഞാൻ വിളിച്ചേക്കണേ. പാഴ്സൽ ഞാനായിട്ട് ഗിഫ്റ്റ് കൊടുക്കണേ. അതെ എന്റെ പൈസക്ക് വാങ്ങിച്ചിട്ട് നമ്മുടെ ചാനലിന് വേണ്ടി ഡെഡിക്കേഷനും കൂടി ചെയ്ത് എന്നിട്ട് അവൻ 500 രൂപ ഞാൻ തരാം. എന്റെ പക്കം ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ ചലഞ്ചിനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഒന്നെങ്കിൽ ചിലവർക്ക് ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചിട്ടായിരിക്കും. ഷവർമേലൊക്കെ കഴിക്കുന്ന സമയത്തൊക്കെ ഇല്ലേ ഞാൻ സാലഡൊക്കെ കഴിച്ച് സഹായിക്കാറുണ്ട്. ഇത്രയും വലിയ സഹായമൊക്കെ ആരെങ്കിലും ചെയ്യുക? സാലഡ് വലിയ സഹായോ കാണാണ്ടിരിക്കരുത്. ഇരുന്നിരുന്ന് ഭക്ഷണം കഴിക്കണ കണ്ടിരിക്കുന്നത് ഒരു വിഷമിക്കൽ പരിപാടിയാണല്ലേ. ഒന്നിച്ചല്ല 500 രൂപ വെറുതെ പോയി. നീ 700 രൂപ കഴിച്ചിട്ട് 500 രൂപ വെറുതെ പോയി. 27 മിനിറ്റ് ആയിട്ടുണ്ട്. എന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഹെൽപ്പായിട്ട് 2 പീസ് ഉണ്ട്. ഒരെണ്ണം നീ കഴിച്ചോ. ഒരെണ്ണം കഴിച്ച് ഒരു ബർഗർ ഹെൽപ്പ് ചെയ്യും. ഇല്ല ഇന്നാളാ ഇത് കഴിക്കുവാ നീ. ഓക്കെ, ഒരെണ്ണം നമുക്ക് ആദ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോണ ആൾക്കും കൊടുത്ത്. ഇപ്പൊ ഞാൻ ചെയ്ത ഹെൽപ്പ് അത്യാവശ്യം മാന്യമായ ഇപ്പൊ ഇച്ചിരി മാന്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കുവാണെങ്കിൽ ഇപ്പൊ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്ത് വെച്ചേക്ക്. ടൈമൊക്കെ ഉണ്ട് മച്ചാണ്. 29 മിനിറ്റ് ആയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അവന്റെ ബാലൻസും വന്നിട്ടുണ്ട്. അടുത്തതിലേക്ക് നമ്മൾ കടക്കുകയാണ്. 1000 രൂപക്കുള്ള സാധനമാണ് ഇവിടെ ഓർഡർ ചെയ്ത് വെച്ചേക്കണേ. നമ്മൾ അടുത്ത നമ്മുടെ റോളിലേക്ക് കിടക്കാൻ പോകുകയാണ്. എല്ലാവരും ഇപ്പൊ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും കാണിച്ചു കൊടുക്ക്. ആർക്കാണ് നമ്മൾ ഇതേപോലെ പുറത്തു വരാൻ നേരം സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് നമുക്ക് ഇതേപോലെ ചലഞ്ച് ഒക്കെ ചെയ്യാൻ പറ്റും. ആലോചിക്കണേ, നല്ല എക്സ്പീരിയൻസ് ആണ് ടീമുകൾ തന്നേക്കണം. വെറുതെ പുറത്ത് നിൽക്കാൻ ഫുഡ് കഴിക്കാൻ വിളിച്ചേറ്റ് ഞാൻ എന്തായാലും ഒരിക്കലും വീഡിയോ ഒക്കെ ആയാലേ ചെയ്ത് കൊടുക്കാം. പോയി കുഴപ്പമില്ല. പക്ഷെ ഞാൻ അവരൊന്നും മറക്കരുത് നീ. റോളെന്നെ കഴിക്കാൻ വേണ്ടി ഇപ്പൊ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. അതേ കണ്ടെ 500 രൂപ ഒരു പിൻവലിച്ചു വന്നിരിക്കുകയാണ്. അതെ. ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടെ കലക്കൻ ആംബിയൻസ് ഇരുന്നിട്ട് നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകാനുള്ള ഒരു കലക്കൻ ആംബിയൻസിൽ ഇവിടെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വരുന്നത് തോപ്പുംപടിയിൽ നമ്മളുടെ മാക്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ KFC വരുന്നത്. ഓക്കെ, ഇവിടുത്തെ സ്റ്റാഫൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല ഹെൽപ്പ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇവൻ അതേവഴി കൊടുക്കാനുള്ള പണിയല്ല, അതേവഴി സാധനങ്ങൾ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവൻ റോള് ഒരു കടി കടിച്ചിട്ട് 10 ഡയലോഗ്. 32 മിനിറ്റ് ആയപ്പോ ഒരു ബക്കറ്റും KFC റോളും കൂടി 500 ഡിസ്കൗണ്ട് എല്ലാം ഉണ്ട്. നീ കഴിക്കേ. ബർഗർ ഉണ്ട്, 2 പെപ്സി ഉണ്ട്. ഇനി നമ്മൾ അടുത്തത് ഓർഡർ ചെയ്യാൻ പോകുകയാണ്. എന്തേലും ആട്ടെ, നീ തീർക്കണം. തീർക്കാൻ അതിനായില്ല വിട്ട്. ഇത് തീർക്കണം നീ. അങ്ങോട്ടൊരു തെറ്റിനി. അതെ, അങ്ങോട്ടൊരു വിളിക്കുക. അതെ, കഴിച്ചേരാ. ബ്രോ ഞാൻ തോൽവി സമ്മതിക്കണ. എടാ അത് തീർക്ക് നീ. ഫുഡിന്റെ കേസ് ആയതുകൊണ്ട് ഓവറായിട്ട് നിർബന്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ക്ലാസ്സിന് ആവുമ്പോ തോൽവി സമ്മതിച്ച് ജനങ്ങൾ നിന്റെ വോയിസ് കേൾക്കാൻ താല്പര്യപ്പെടുന്നു. ഇത്രയും കഴിച്ചു എന്തിനെ പറ്റിയാ പറയണ്ട. അല്ല, നീ തോൽവി സമ്മതിക്കാൻ പോണല്ലേ? എന്താണ് നിനക്ക് പറയാനുള്ള പറഞ്ഞോ. എന്റെ ഒരു ശരീരപ്രകൃതിയിൽ എനിക്ക് ഇത്രയും കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നമുക്കൊരു ചലഞ്ച് തന്നെയുള്ള ട്രൈ ചെയ്ത് പിന്മാറാണ്ട് ചലഞ്ച് ഏറ്റെടുത്തുന്നുള്ളൂ. ട്രൈ ചെയ്ത് പക്ഷെ ഞാൻ പരാജയപ്പെട്ട്. പക്ഷെ അതിലെനിക്ക് വിഷയമില്ല. അടുത്ത പ്രാവശ്യം ഒന്നുകൂടി കഴിക്കാൻ നോക്കും. 500 രൂപ പോയാലും കുഴപ്പമില്ല. ഇവനിപ്പോ 500 രൂപ ഇവിടെ കൊടുക്കാന്നാണ് പറയണേ. 500 രൂപ ഇവൻ ഇവിടെ തോറ്റ് 500 രൂപ തരേണ്ടി വരും. അതെ, മണിവിൽ കമ്മൻഗോ. 37 മിനിറ്റ് ആയിട്ടുണ്ട് ഇവിടെ. ഇനി സമയമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇനി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കത് തീർക്കാനായിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു അരമണിക്കൂർ കൂടി തരാവുന്നതാണ്. റെസ്റ്റ് ഒക്കെ എടുത്തിട്ടൊക്കെ വേണമെങ്കിൽ നിനക്ക് ചെയ്യാം. അവൻ കൂട്ടുകാരന് കൈമാറിയിരിക്കുകയാണ്. ഇനി അവശേഷിക്കുന്ന ഒരു ബർഗർ മാത്രമേ ഉള്ളൂ കേട്ടോ. ആ ബർഗർ ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ കൊടുക്കണ വീട്ടിൽ കൊണ്ടുപോയിക്കോ, കുഴപ്പമില്ല.
തോൽവി സമ്മതിച്ചേ. സ്റ്റാഫൊക്കെ നോക്കി ചിരിക്കണവനാ. അപ്പോൾ നമുക്ക് ഇവിടെ ചലഞ്ച് വെച്ചതുപോലെ തന്നെ ഇവിടെ പക്ഷേ ഉണ്ടല്ല, നിങ്ങൾ കൊണ്ടുവന്നില്ല ഒരു ബക്കറ്റിൽ നിറച്ച് ചിക്കൻ, അതിനേക്കാളും കൂടുതൽ വേസ്റ്റ് ഇവനോട് വെച്ചിട്ടുണ്ട്. ഇത് കണ്ട ഫ്ലേക്സ്, ഇത് കണ്ട അവനൊരു ബക്കറ്റ് ചിക്കൻ കഴിച്ചപ്പോൾ അവനുണ്ടായ വേസ്റ്റ് ആണിത്. ഇതെന്ത് വേസ്റ്റ്? മൈദ. ഓക്കെ, പാർട്ടിസിപ്പേറ്റ് ചെയ്ത നിന്റെ ആ മൈൻഡ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇവൻ തോറ്റത് കൊണ്ടിട്ട് നമ്മൾ ഇവന്റെ കയ്യിൽ നിന്ന് 500 രൂപ മേടിക്കണില്ല, മേടിക്കുന്നുണ്ട്. അതിനാ തരാന്ന് പറഞ്ഞു ഞാൻ തരും. ഓക്കെ ഓക്കെ, ഇവൻ തോറ്റ്, പക്ഷെ ഇവന്റെ സ്പോർട്സ് സ്പിരിറ്റും എല്ലാം അങ്ങനെ ഉണ്ട്. നമ്മൾ തോൽവി സമ്മതിച്ചിക്ക. 500 രൂപ നമ്മ വാങ്ങുന്നില്ല. ഓ താങ്ക് യു. ഞാൻ തരും 250 രൂപ. നീ ഉണ്ടല്ല ആ പൈസക്ക് പോയിട്ട് വേണേ പുഷ്പ 2 കൊണ്ടുപോകണമെങ്കിൽ. നല്ല മനസ്സിന്റെ ഒരു വ്യക്തിയാണ്, ആരും കാണാണ്ട് പോവാ. ആരും കാണാണ്ട് പോകുകന്ന് എന്തോന്നണേ, ആരും കാണാണ്ട് പോകുകന്നൊക്കെ. വീഡിയോ കണ്ടതിനും നീ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനും എല്ലാത്തിനും താങ്ക് യു. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.